ടെക് ടോക്ക് ഫ്രം ദ സ്ക്രാച്ചിന്റെ എംബഡഡ് സിസ്റ്റം ട്രെയിനിങ് ഡേ 7ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ വീഡിയോസും മിസ് ചെയ്യാണ്ട് കാണുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Arduino Unoയുടെ ADC പിന്നെ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഒരു അനലോഗ് വാല്യൂനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഡിഫറെൻറ്റ് വോൾട്ടേജുകൾ ഇൻപുട്ടായി കൊടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റൽ വാല്യൂ എന്താണെന്ന് മെഷർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ട്രിം പോർട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് ട്രിം പോർട്ട്. ഈ ട്രിം പോർട്ടിന് 3 ലെഗ് ഉണ്ടായിരിക്കും. അതിൻ്റെ 2 എൻഡിലെ ലെഗിൽ 5 വോൾട്ടും 0 വോൾട്ടും കൊടുക്കുന്നു. നടുക്കത്തെ വോൾട്ടിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുന്നു. ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ 2 എൻഡിൽ നമ്മൾ 5 വോൾട്ടും 0 വോൾട്ടും കൊടുക്കുന്നു. അത് എടുക്കുന്നത് നമ്മൾ Arduino Uno ബോർഡിൽ തന്നെ എടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ സെൻട്രൽ പിന്നിന്ന് നടുക്കത്തെ പിന്നിന്ന് നമ്മൾ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മുടെ ADC പിന്നിലേക്ക്, അതായത് A0 പിന്നിലേക്ക് കണക്ട് ചെയ്യുന്നു Arduino Unoയുടെ. അപ്പം ഈ ട്രിം പോർട്ടിന്റെ കണക്ഷനെ കൊടുത്തു. ഇനി നമ്മൾ ചെയ്ത ഒരു മൾട്ടിമീറ്റർ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ സെൻട്രൽ പിന്നിലേക്ക് മൾട്ടിമീറ്ററിന്റെ റെഡ് പ്രോബും ഗ്രൗണ്ടിലേക്ക് ബ്ലാക്ക് പ്രോബും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണിച്ചു തരാം. ഈ ട്രിം പോർട്ട് ഇത് ശരിക്കും ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ട്രിം പോർട്ട് നമ്മൾ ഇത് ട്യൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ഈ ഇതിന്റെ വാല്യൂ മാറുന്നത്. അതായത് ഈ ഔട്ട്പുട്ട് വോൾട്ടേജും വേരി ആവും. ഇവിടെ ഞാൻ കൊടുക്കുമ്പോൾ വോൾട്ടേജ് കുറഞ്ഞ് വരുന്നുണ്ട്. 2.1, 2.2 ഉണ്ട്. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വോൾട്ടേജുകൾ നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാം. ഇതേമാതിരി ഓപ്പോസിറ്റ് ഇറക്കി കഴിഞ്ഞാൽ വോൾട്ടേജ് കൂടി വരുന്നതും കാണാം. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് ആണ് ഈ വേരി ചെയ്തുകൊണ്ട് നമ്മൾ ഇൻപുട്ടായി കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ് ഇതിനെ റീഡ് ചെയ്തിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റൽ വാല്യൂ എത്രയാണ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കിനി ഇതിൻ്റെ സോഫ്റ്റ്വെയർ പാർട്ട് നോക്കാം. സോഫ്റ്റ്വെയർ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി സോഫ്റ്റ്വെയർ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്തിട്ട് അനലോഗ് പിൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. A0 എന്നുള്ള പിന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. പിന്നെ നമുക്കൊരു ഇൻറ്റീജർ ആയിട്ടുള്ള ഒരു ചെറിയൊരു വേരിയബിൾ വേണം ഇതിന്ന് കിട്ടുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാണ് 0 ആയിട്ട്. അടുത്തതായിട്ട് സീരിയൽ ബിഗിൻ. ഇത് നമ്മൾ പുതിയതായിട്ട് ഉപയോഗിക്കാൻ പോകുന്നൊരു ഇൻറ്റേർണൽ ഫംഗ്ഷനാണ്. ഈ സീരിയൽ ബിഗിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സീരിയൽ മോണിറ്ററിങ് സാധിക്കാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ അടുത്തത് വോയിഡ് ലൂപ്പിനകത്ത് നമ്മൾ സെൻസർ വാല്യൂവിലേക്ക് അനലോഗ് റീഡ്, മുന്നുള്ള വീഡിയോയിലൊക്കെ നമ്മൾ ഡിജിറ്റൽ റീഡും ഡിജിറ്റൽ റൈറ്റും ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് അനലോഗ് റീഡാണ് നമ്മൾ ചെയ്യുന്നത്. അനലോഗ് റീഡ് ചെയ്യാണ് എന്തിനെ, അനലോഗ് പിന്നിനെ റീഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ സെൻസർ വാല്യൂവിൽ സേവ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സീരിയൽ പ്രിന്റ് സെൻസർ, ഇവിടെ ഇങ്ങനെ 2 കോഡ്സിനകത്ത് നമ്മൾ എന്ത് കൊടുത്തു അത് അതേപോലെ പ്രിന്റ് ആകും. അതിനുശേഷം നമ്മൾ ഇവിടെ പ്രിന്റ് LN കൊടുത്തിട്ട് സെൻസർ ആ വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രിന്റ് ചെയ്യാണ്. ഈ കോഡ് നമ്മൾ ഇതിലേക്ക് ഫ്ലാഷ് ചെയ്യാം. ഓക്കെ, കോഡ് ഫ്ലാഷ് ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു Arduino IDEയിൽ ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും സീരിയൽ മോണിറ്റർ എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഇവിടെ കാണിച്ച സെൻസർ എന്നുള്ളത് അതേപോലെ പ്രിൻ്റായി, സെൻസർ ഈക്വൽ ടു വരെയുള്ളത് അതുപോലെ പ്രിൻ്റായി. പിന്നെ ഉള്ളത് നമ്മൾ കൊടുത്ത വേരിയബിൾ ആണ്. ഇവിടെ എന്താണോ റീഡായി വരുന്നത് ആ വേരിയബിളിൻ്റെ വാല്യൂ ഇവിടെ വരികയാണ്. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈൻ വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രിന്റ് LN എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വാല്യൂസ് വരുന്നുണ്ട്. നമ്മളവിടെ നമ്മൾ ഇൻപുട്ടായി കൊടുക്കുന്ന വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റൽ വാല്യൂ ആണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ വോൾട്ടേജ് ഒന്ന് വേരി ചെയ്ത് നോക്കാം. ഇപ്പം 3.2 ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മളത് മാറ്റുകയാണ്. ഇപ്പം 3.3 ആയി. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഡിജിറ്റൽ വാല്യൂ മാറുന്നുണ്ട്. 7.764 65 എന്നുണ്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ കൂടുന്തോറും കൂടി വരും. കുറയ്ക്കും തോറും ഇവിടെ വോൾട്ടേജ് കുറയും തോറും ഇവിടെ ഡിജിറ്റൽ വാല്യൂ കുറഞ്ഞു വരും. ഇപ്പോൾ ഇവിടെ വരുന്നതിൻ്റെ ഇവിടെ കൊടുത്തിട്ടുള്ള വോൾട്ടേജിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റൽ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഈ കൺവേർഷൻ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. അപ്പം ഇവിടെ കാണുന്നതാണ് നമ്മുടെ സർക്യൂട്ട്. നമ്മളിപ്പം പ്രാക്ടിക്കലി കാണിച്ച സർക്യൂട്ട് ഇതാണ് ആക്ച്വലി. സോ ഇത് Arduino Uno ബോർഡാണ്. ഈ ബോർഡിൻ്റെ 5 വോൾട്ട് വന്നിട്ട് നമ്മൾ ട്രിം പോർട്ടിൻ്റെ A എന്ന പിന്നിലേക്ക് കൊടുത്തു. അത് ഒന്നാമത്തെ പിന്നിലേക്ക്, ഒരു സൈഡിലെ പിന്നിലേക്ക് കൊടുത്തു. പിന്നെ ഇതിന് B പിന്നുണ്ട്, ആ B പിന്ന് ഗ്രൗണ്ടും ചെയ്തു. എന്നിട്ട് സെൻറ്ററിലെ പിന്ന് C എന്ന് നമ്മൾ എന്ത് ചെയ്തു, അത് നമ്മുടെ A0 എന്നുള്ള ഇൻപുട്ടിലേക്ക് കൊടുത്തു. ഇപ്പോൾ ട്രിം പോർട്ട് നമ്മൾ ട്യൂൺ ചെയ്യുന്ന സമയത്ത് ഇതൊരു ശരിക്കും പറഞ്ഞാൽ വേരിയബിൾ റെസിസ്റ്റൻസ് ആണ് നമുക്കറിയാം. അപ്പോൾ ഈ വോൾട്ടേജ് വന്നിട്ട് 5 വോൾട്ടിൽ നിന്ന് 0 വോൾട്ടിലേക്ക് ഉള്ള ഡിഫറെൻറ്റ് വാല്യൂസ് നമുക്ക് കിട്ടും. ഓരോ തവണ നമ്മൾ ട്യൂൺ ചെയ്യുന്ന സമയത്തും മാറി വരും.
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇനി ഇതിൻ്റെ ഒരു കാൽക്കുലേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് ശരിക്കും അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിൻ്റെ കാൽക്കുലേഷനിലെ ഫോർമുല. അപ്പം ഇങ്ങനെയാണ് ഫോർമുല വരുന്നത്. അനലോഗ് ഇൻപുട്ട് വോൾട്ടേജ്, അതായത് നമ്മൾ ഇവിടെ സിന്ന് വന്ന വോൾട്ടേജ് ഇൻറ്റു എ ഡി സി റെസൊല്യൂഷൻ ഡിവൈഡ് ബൈ റെഫറൻസ് വോൾട്ടേജ്. അതായത് അറ്റ്മെഗ 328P മൈക്രോ കൺട്രോളറിന് ഇൻബിൽറ്റ് ആയിട്ട് 10 ബിറ്റ് എ ഡി സി ഉണ്ട്. 10 ബിറ്റ് എ ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പവർ 10 ആണ് അർത്ഥം. അതായത് 1024 ആണ് അതിൻ്റെ റെസൊല്യൂഷൻ. ഓക്കെ, പിന്നുള്ളത് ഇതിന് അതുപോലെ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് റെഫറൻസ് വോൾട്ടേജ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ആ റെഫറൻസ് വോൾട്ടേജ് വേരി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ടായിട്ട് 5 വോൾട്ട് ആണ് അതിൻ്റെ റെഫറൻസ് വോൾട്ടേജ്. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ടായിട്ട് 2 വോൾട്ട് കൊടുത്തു എന്ന് വിചാരിക്കാം. കൊടുത്തു കഴിഞ്ഞാൽ 2 പവർ 10 നമ്മൾ പറയാം 1024 ആണ് അതിൻ്റെ റെസൊല്യൂഷൻ എന്നറിയാം. റെഫറൻസ് വോൾട്ടേജ് 5 വോൾട്ട് ആണ്, അത് ഡിഫോൾട്ടായിട്ട് 5 വോൾട്ട് ആണ്. നമുക്ക് വേണമെങ്കിൽ വേരി ചെയ്ത് കുറയ്ക്കാം, വേണമെങ്കിൽ 2.5 ആക്കാം, അത് എന്താ വേണ്ട പോലെ ചെയ്യാം. ഇപ്പോൾ 5 വോൾട്ട് ആണ് നമ്മൾ ഇൻപുട്ടായി കൊടുത്തിട്ടുള്ളത്. കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാൽക്കുലേഷൻ വരിക. 2 വോൾട്ട് ഇൻപുട്ട് കൊടുത്തതിന് നമുക്ക് 410 എന്നുള്ള ഡിജിറ്റൽ ഔട്ട്പുട്ടാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട, ഇപ്പോൾ നമ്മൾ വോൾട്ടേജ് വേരി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഡിജിറ്റൽ വാല്യൂസ് വരുന്നത് കണ്ടു. ഇപ്പം ഈ ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. 2 വോൾട്ട് ഇൻപുട്ടിന് 410 ആണ് നമുക്ക് കിട്ടുക. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2 വോൾട്ട് കൊടുത്തിട്ട് ഇവിടെ അത് വരുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ നമ്മൾ വോൾട്ടേജ് കുറച്ച് കൊണ്ടുവരികയാണ്. 3.8 എന്നുള്ള വോൾട്ടേജ് നമ്മൾ 2 വോൾട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ 2 വോൾട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഡിജിറ്റൽ വാല്യൂ വന്നിട്ട് 410 വരണം. അല്ലെങ്കിൽ 410 കറക്റ്റ് ആയിക്കോളന്നില്ല, ചിലപ്പോൾ നമ്മൾ മൾട്ടിമീറ്ററിൽ ചെറിയ ടോളറൻസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഏറ്റവും അടുത്തുള്ളൊരു വാല്യൂ വരും, ആണ് നമ്മളെ എക്സ്പെക്റ്റേഷൻ. നമുക്ക് നോക്കാം. 2 വോൾട്ട് ആവാനായി. uh, 1.9 2 വോൾട്ട്. ഇപ്പോൾ നമുക്ക് വരുന്നത് 413 എന്നുള്ള വാല്യൂ വരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഫോർമുലയിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇൻപുട്ട് വോൾട്ടേജ് 5 വോൾട്ടും റെഫറൻസ് വോൾട്ടേജും 5 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ഔട്ട്പുട്ട് 1024 ആണ്. അതായത് ഇത് രണ്ടും 5ഉം 5ഉം ക്യാൻസൽ ആയിട്ട് എ ഡി സി റെസൊല്യൂഷൻ ആണ് ഔട്ട്പുട്ട് ആയിട്ട് വരിക. അതായത് റെഫറൻസ് വോൾട്ടേജ് വന്നിട്ട് 5 വോൾട്ട് ആണെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് 5 വോൾട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുക 1024 ആണ്. ഇനി ഇൻപുട്ട് വോൾട്ടേജ് വന്ന് 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിലായിട്ട് ഡിജിറ്റൽ വാല്യൂ 0 ആണ് വരിക. അതായത് മാക്സിമം 1024ഉം മിനിമം 0യും. അതായത് റെഫറൻസ് വോൾട്ടേജിന്റെ പ്രസക്തി വരുന്നത് ഇവിടെയാണ്. അതായത് നിങ്ങൾ റെഫറൻസ് വോൾട്ടേജ് വന്നിട്ട് 5 വോൾട്ട് അല്ല 2.5 വോൾട്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ഇൻപുട്ടിൽ കൊടുക്കാൻ പോകുന്ന വോൾട്ടേജ് വന്നിട്ട് 2.5 വോൾട്ട് ആണ്. അതായത് 2.5 വോൾട്ട് ഇൻപുട്ടായി കൊടുത്താൽ തന്നെ 1024 റീച്ച് ആവും. അതിന് മേലേക്ക് എത്ര വോൾട്ടേജ് കൊടുത്താലും നമുക്ക് കിട്ടാൻ പോകുന്നത് 1024 തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അപ്പം നിങ്ങളുടെ ആപ്ലിക്കേഷൻ, അപ്പം ഇത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ റീഡ് ചെയ്യാൻ പോകുന്നത്. 0 to 2.5 വോൾട്ട് വരെയാണെന്നുണ്ടെങ്കിൽ റെഫറൻസ് വോൾട്ടേജും 2.5 വോൾട്ട് ആക്കുക. അല്ല, നിങ്ങൾ 0 to 5 വോൾട്ട് ആണ് മെഷർ ചെയ്യാൻ പോകുന്നതെങ്കിൽ റെഫറൻസ് വോൾട്ടേജും 5 ആക്കി വെക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി തോന്നുന്നു. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്തിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.